ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ഓരോ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഏതൊക്കെ വീഡിയോ ചെയ്യണമെന്നും ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതും എല്ലാം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളായിട്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. എന്നാലേ ഉള്ളൂ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് കയറി ചെക്ക് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മളിന്ന് നമ്മുടെ ജർമ്മൻ ലേണിംഗ് സീരീസിൽ അല്ലെങ്കിൽ നമ്മുടെ ജേർണിയിൽ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഓൾറെഡി പോകാൻ റെഡിയായി നിൽക്കുന്നവർക്കൊക്കെ ഒരു സർവൈവൽ ജർമ്മൻ വീഡിയോ ആണ്. അതായത് ജർമ്മനിയിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാനിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്, അപ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കണം, ആ ഒരു സിറ്റുവേഷൻസൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെയിലി ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസുകളാണ് നമ്മളിന്ന് ആദ്യം തന്നെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ സെൻറ്റൻസ് ഇഷ് hätte gern ein Brot. ഇഷ് hätte gern ein Brot. അതായത് എനിക്ക് ഒരു ബ്രെഡ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണേലും അവിടെ ആഡ് ചെയ്യാം. ബ്രെഡ് മാത്രമല്ല, എന്താണോ വേണ്ടത് അത് നമുക്ക് ഈ സെയിം സെൻറ്റൻസ് യൂസ് ചെയ്ത് തന്നെ ചോദിക്കാൻ പറ്റും. അതായത് ഇഷ് hätte gern എന്ന് പറഞ്ഞിട്ട് എന്താണോ വേണ്ടത് അതങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തത് വി ഫീൽ കോസ്റ്റഡ് ദാസ്. അതായത് ഇതിന് എത്ര രൂപയാണ്. ഓക്കെ, മൂന്നാമത്തത് വോ ഈസ് ദി കാസെ. അതായത് ബില്ലെടുക്കാനുള്ള സ്ഥലം എവിടെയാണ്. നാലാമത്തത് das ist zu teuer. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 5 ich möchte mit Karte bezahlen. ഞാൻ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ich möchte das kaufen. ആറാമത്തത് ich möchte das kaufen. ഞാൻ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ എല്ലാം പ്രൊനൗൺസ് ചെയ്യാം. ich hätte gern ein Brot. Wie viel kostet das? Wo ist die Kasse? Das ist zu teuer. Ich möchte mit Karte bezahlen. Ich möchte das kaufen. അടുത്തത് പറയുന്നത് ട്രെയിൻ അല്ലെങ്കിൽ ബസ് അന്നേരം യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ട്രാവൽ ചെയ്യുമ്പോഴത്തേനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. ഏഴാമത്തത് വോ ഈസ് ദർ ബാനോഫ്. അതായത് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ.
എട്ടാമത്തത് വൺ ഫേർട്ട് ദർ നെക്സ്റ്റ് സൂഗ്. വൺ ഫേർട്ട് ദർ നെക്സ്റ്റ് സൂഗ്, അതായത് എപ്പോഴാണ് അടുത്ത ട്രെയിൻ പോകുന്നത്. അടുത്തത് ഒമ്പതാമത്തത് ഇഷ് ഹാബെ മൈൻ ടിക്കറ്റ് ഫെർലോറൻ. ഇഷ് ഹാബെ മൈൻ ടിക്കറ്റ് ഫെർലോറൻ, എൻ്റെ ടിക്കറ്റ് നഷ്ടമായി, കാണാതായി. 10 ഇഷ് മ്യോഷ്തെ നാഗ് ബെർലിൻ ഫാറൻ. ഇഷ് മ്യോഷ്തെ നാഗ് ബെർലിൻ ഫാറൻ, ഞാൻ ബെർലിനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 11 വോ കാൻ ഇഷ് ഐൻ ടിക്കറ്റ് കൗഫൻ. വോ കാൻ ഇഷ് ഐൻ ടിക്കറ്റ് കൗഫൻ, അതായത് എവിടെ നിന്നാണ് ടിക്കറ്റ് വാങ്ങുന്നത്. ഓക്കെ, അല്ലെ ഞാൻ എവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങും എന്ന് നമുക്ക് ചോദിക്കാം. ഒന്നുകൂടെ എല്ലാം പറയാം. വോ ഈസ് ദർ ബാനോഫ് വൺ ഫേർട്ട് ദ നെക്സ്റ്റ് സൂഗ്. ഇഷ് ഹാബെ മൈൻ ടിക്കറ്റ് ഫെർലോറൻ. ഇഷ് മ്യോഷ്തെ നാഗ് ബെർലിൻ ഫാറൻ. വോ കാൻ ഇഷ് ഐൻ ടിക്കറ്റ് കൗഫൻ. അടുത്തതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ. 12 ദി സ്പൈസ് കാർട്ട് ബിറ്റെ. ദി സ്പൈസ് കാർട്ട് ബിറ്റെ, അതായത് മെനു കാർഡ് തരാമോ. 13 ഇഷ് ബിൻ അലർഗിഷ് ഗേഗൻ ന്യൂസെ. ഇഷ് ബിൻ അലർഗിഷ് ഗേഗൻ ന്യൂസെ, എനിക്ക് കുരുമുളക് അലർജിയാണ്, അലർജി ഉണ്ട്. 14 സാലൻ പിറ്റെ. സാലൻ പിറ്റെ, അതായത് ബില്ല് തരാവോ, ബില്ല് പ്ലീസ് എന്നാണ് പറയുന്നത്. 15 ദാസ് ഷ്മെക്ട് ഗുഡ്. ദാസ് ഷ്മെക്ട് ഗുഡ്, അതായത് അതിൻ്റെ ടേസ്റ്റ് ഗുഡാണ്, നല്ലതാണ്, നല്ല രുചിയുണ്ട് എന്നൊക്കെ. 16 ഇഷ് ഹാബെ ധോസ്റ്റ്. ഇഷ് ഹാബെ ധോസ്റ്റ്, അതായത് ഞാൻ തേഴ്സ്റ്റിയാണ്, അതായത് അല്ലെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു. 17 ഇഷ് ഹാബെ ഹുങ്കർ. ഇഷ് ഹാബെ ഹുങ്കർ, എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ വിശപ്പുണ്ട്. 18 ഇഷ് മ്യോഷ്തെ ഐനൻ കഫേ. ഇഷ് മ്യോഷ്തെ ഐനൻ കഫേ, അതായത് എനിക്ക് ഒരു കോഫി വേണം. അപ്പോൾ ഒന്നുകൂടെ എല്ലാം പറയാം. ദി സ്പൈസ് കാർട്ട് ബിറ്റെ. ഇഷ് ബിൻ അലർഗിഷ് ഗേഗൻ ന്യൂസെ. സാലൻ ബിറ്റെ. ദാസ് ഷ്മെക്ട് ഗുഡ്. ഇഷ് ഹാബെ ധോസ്റ്റ്. ഇഷ് ഹാബെ ഹുങ്കർ. ഇഷ് മ്യോഷ്തെ ഐനൻ കഫേ. അടുത്തത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 19 വോ ഈസ് ദ നെക്സ്റ്റ് ക്രാങ്കൻ ഹൗസ്. ക്രാങ്കൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. വോ ഈസ് ദ നെക്സ്റ്റ് ക്രാങ്കൻ ഹൗസ്, എവിടെയാണ് അടുത്ത ഹോസ്പിറ്റൽ ഉള്ളത്. 20 ഇഷ് ഹാബെ ബൗച്ച്ഷ്മെർസൻ. ഇഷ് ഹാബെ ബൗച്ച്ഷ്മെർസൻ, അതായത് എനിക്ക് വയറുവേദനയുണ്ട് അല്ലെങ്കിൽ വയറുവേദനയാണ്. 21 ഇഷ് ബ്രൗഹെ ഐനൻ ആർട്സ്. ഇഷ് ബ്രൗഹെ ഐനൻ ആർട്സ്, അതായത് എനിക്കൊരു ഡോക്ടറെ വേണം. ഐ നീഡ് എ ഡോക്ടർ. 22 ഇഷ് ഹാബെ ഫീബർ. ഫീബർ എന്നാണ് FIEBER, അങ്ങനെയാണ് ആ സ്പെല്ലിങ് വരുന്നത്. ഈ അവിടെ ആഡ് ചെയ്യാൻ വിട്ടുപോയി, ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നു. ഇഷ് ഹാബെ ഫീബർ എന്ന് പറഞ്ഞാൽ എനിക്ക് പനിയാണ്. ഓക്കെ, ഫീബറാണ്. എല്ലാം ഒന്നുകൂടെ പറയാം. വോ ഈസ് ദ നെക്സ്റ്റ് ക്രാങ്കൻ ഹൗസ്. ഇഷ് ഹാബെ
Bauchschmerzen. Ich brauche einen Arzt. Ich habe Fieber. അടുത്തത് ബുക്കിംഗ് ആൻഡ് അപ്പോയിൻമെൻറ്റ്. അതായത് നമുക്ക് ഡോക്ടറെ കാണണമെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണം എന്ന സെൻറ്റൻസുകളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ. 23. Ich möchte einen Termin beim Arzt machen. ഞാൻ ഡോക്ടറുമായി ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഡോക്ടറിന് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ്, ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടറെ കാണാനായിട്ട്. ഓക്കെ, അങ്ങനെയും പറയും. Ich möchte einen Termin beim Arzt machen. 24. Haben Sie heute noch einen freien Termin? Haben Sie heute noch einen freien Termin? അതായത് ഇന്ന് എന്തെങ്കിലും ഒരു ഒഴിവ് സമയം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സമയമുണ്ടോ? 25. When is the next free termin? When is the next free termin? അതായത് എന്നാണ് അടുത്ത ഫ്രീ ആയിട്ടുള്ള ടെർമിൻ അല്ലെങ്കിൽ സമയമുള്ളത്? 26. Ich brauche einen Termin beim Hausarzt. Ich brauche einen Termin beim Hausarzt. എനിക്ക് ഒരു ടെർമിൻ വേണമായിരുന്നു. എവിടെ? ഹൗസ് ആർട്സ്, അതായത് ഹോം ഡോക്ടറിൽ നിന്ന് എനിക്ക് ഒരു ടെർമിൻ വേണമായിരുന്നു. 27. Ich habe einen Termin um 10 Uhr. Ich habe einen Termin um 10 Uhr. എനിക്ക് ഒരു ടെർമിൻ ഉണ്ട്. എപ്പം? 10 Uhr, 10 മണിക്ക് ഒരു ടെർമിൻ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ എല്ലാം കൂടെ പറയാം. Ich möchte einen Termin beim Arzt machen. Haben Sie heute noch einen freien Termin? Wann ist der nächste freie Termin? Ich brauche einen Termin beim Hausarzt. Ich habe einen Termin um 10 Uhr. ഓക്കെ. അടുത്ത ക്ലിനിക്കിൽ പോകുമ്പം എന്തൊക്കെ സെൻറ്റൻസുകളാണ് എന്നുള്ളതാണ് ഇന്നിവിടെ അടുത്തത് പറയുന്നത്. ഓക്കെ. 28. Ich bin krank. Ich bin krank. അതായത് എനിക്ക് സിക്കാണ്. 29. Ich habe starke Kopfschmerzen. Ich habe starke Kopfschmerzen. അതായത് Kopfschmerzen എന്ന് പറഞ്ഞാൽ ഹെഡേക്ക്, തലവേദന. എനിക്ക് ഭയങ്കര തലവേദനയാണ്, കനത്ത തലവേദനയാണ് എന്നാണ് പറയുന്നത്. 30. Mir ist schwindelig. Mir ist schwindelig. അതായത് schwindelig എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തല കറങ്ങുന്ന അല്ലെങ്കിൽ കറങ്ങുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ്. എനിക്ക് എന്താണ്, തല കറങ്ങുന്ന അല്ലെങ്കിൽ തല കറങ്ങുന്ന പോലെ തോന്നുന്നു എന്നാണ് വരുന്നത്. 31. Ich habe Husten und Schnupfen. Ich habe Husten und Schnupfen. അതായത് എനിക്ക് ചുമയുമുണ്ട്, അതുപോലെ തന്നെ മൂക്കൊലിപ്പുമുണ്ട്. ഓക്കെ. അടുത്തതാണ് 32. Ich habe seit 3 Tagen Bauchschmerzen. Ich habe seit 3 Tagen Bauchschmerzen. അതായത് എനിക്ക് ഒരു 3 ദിവസമായിട്ട് വയറുവേദന ഉണ്ട് അല്ലെങ്കിൽ വയറുവേദനയാണ്. ഓക്കെ. 33. Ich nehme keine Medikamente. Ich nehme keine Medikamente. അതായത് ഞാൻ മെഡിസിൻ ഒന്നും അല്ലെങ്കിൽ ടാബ്ലറ്റുകളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് ഒരുമിച്ച് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. Ich bin krank. Ich habe starke Kopfschmerzen. Mir ist schwindelig. Ich habe Husten und Schnupfen. Ich habe seit 3 Tagen Bauchschmerzen. Ich nehme keine Medikamente.
അടുത്തത് എബൌട്ട് മെഡിക്കേഷൻ, അതായത് മെഡിക്കേഷനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത്. 34. Wie oft soll ich das Medikament nehmen? Wie oft soll ich das Medikament nehmen? അതായത് ഞാൻ എത്ര നേരമാണ് മെഡിസിൻ എടുക്കേണ്ടത്. ഓക്കെ. അടുത്തത് 35. Soll ich es vor oder nach dem Essen nehmen? Soll ich es vor oder nach dem Essen nehmen? അതായത് ഞാൻ എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത്, ഭക്ഷണത്തിന് ശേഷമാണോ അതോ മുമ്പാണോ എന്ന്. 36. Gibt es Nebenwirkungen? Gibt es Nebenwirkungen? അതായത് ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. Wie oft soll ich das Medikament nehmen? Soll ich es vor oder nach dem Essen nehmen? Gibt es Nebenwirkungen? അടുത്തത് അറ്റ് എ ഫാർമസി. ഫാർമസിയിൽ പോകുമ്പോഴത്തേനും യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസുകൾ. 37. Ich möchte diese Rezept einlösen. Ich möchte diese Rezept einlösen. അതായത് ഞാൻ ഈ റെസിപ്റ്റ് ഉപയോഗിച്ച് മരുന്നെടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മരുന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. 38. Haben Sie etwas gegen Fieber? Haben Sie etwas gegen Fieber? അതായത് പനിക്ക് എന്തെങ്കിലും വേറെ മരുന്നുണ്ടോയെന്ന്. ഓക്കെ. 39. Braucht man dafür ein Rezept? Braucht man dafür ein Rezept? അതായത് ഇതിന് റെസിപ്റ്റ് വല്ലതും ആവശ്യമുണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. Ich möchte diese Rezept einlösen. Haben Sie etwas gegen Fieber? Braucht man dafür ein Rezept? അടുത്തത് എമർജൻസി ആൻഡ് ഹെൽപ്പ്. എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട സെൻറ്റൻസുകൾ. 40ാമത്തെ സെൻറ്റൻസ് ആണ് Mein Handy wurde gestohlen. Mein Handy wurde gestohlen. അതായത് എൻ്റെ ഫോൺ മോഷ്ടിച്ചു. ഓക്കെ, എൻ്റെ ഫോൺ മോഷ്ടിച്ചു അല്ലെങ്കിൽ എൻ്റെ ഫോൺ മോഷണം പോയി. 41. Ich habe mich verlaufen. Ich habe mich verlaufen. അതായത് എനിക്ക് വഴിതെറ്റി അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയി. ഓക്കെ. അടുത്തതാണ് 42ാമത്തെ സെൻറ്റൻസ്. Ich brauche einen Dolmetscher. Ich brauche einen Dolmetscher. അതായത് Dolmetscher എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ. എനിക്കൊരു ട്രാൻസ്ലേറ്ററിനെ വേണം. 43. Wo ist die Toilette? Wo ist die Toilette? എവിടെയാണ് ടോയ്ലറ്റ്? 44. Hilfe. Hilfe എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. ഓക്കെ. 45. Rufen Sie die Polizei. Rufen Sie die Polizei. അതായത് പോലീസിനെ വിളിക്കാവോ? 46. Ich habe mich verletzt. Ich habe mich verletzt. അതായത് എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ എനിക്കൊരു പരിക്കു പറ്റി. 47. Wo ist das Krankenhaus? Wo ist das Krankenhaus? എവിടെയാണ് ഹോസ്പിറ്റൽ? അടുത്തത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെയാണ് ഇനി നോക്കുന്നത്. 48. Ich verstehe nicht. എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. Ich verstehe nicht. 49. Ich komme aus. നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാം. Ich komme aus. അടുത്തത് 50. Können Sie das wiederholen bitte? Können Sie das wiederholen bitte? അതായത് ഒന്നും കൂടെ, can you please tell me again? ഒന്നും കൂടെ അത് പറയാമോ?
ഓക്കെ. 51. Ich spreche nur ein bisschen Deutsch. Ich spreche nur ein bisschen Deutsch. ഞാൻ കുറച്ച് ലിറ്റിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡോയ്ഷ് പറയുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. 52. Was bedeutet diese Wort? Was bedeutet diese Wort? അതായത് ഈ വേർഡിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? 53. Ich bin neu hier. Ich bin neu hier. ഞാനിവിടെ പുതിയതാണ്. ഓക്കെ. 54. Ich brauche Hilfe. Ich brauche Hilfe. അതായത് എനിക്ക് ഹെൽപ്പ് വേണം. ഓക്കെ. അടുത്തത് ഒരാളിനെ മീറ്റ് ചെയ്യുമ്പോൾ, അതായത് മീറ്റിംഗ് പീപ്പിൾ, ഒരു പുതിയ ആളെ മീറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ സെൻറ്റൻസുകളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. 55. Wie heißen Sie? Wie heißen Sie? അതായത് എന്താണ് താങ്കളുടെ പേര്, അല്ലെ എങ്ങനെയാണ് നിങ്ങളെ വിളിക്കേണ്ടത് എന്നാണ് അർത്ഥം വരുന്നത്. 56. Ich heiße എന്ന് പറഞ്ഞിട്ട്, എന്നെ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേര് പറയാം. 57. Schön dich kennenzulernen. Schön dich kennenzulernen. അതായത് നിന്നെ പരിചയപ്പെട്ടതിൽ അല്ലെങ്കിൽ കണ്ടതിൽ സന്തോഷമുണ്ട്. ഓക്കെ. 58. Woher kommen Sie? Woher kommen Sie? താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഓക്കെ. അടുത്തത് 59. അപ്പോൾ ആൻസർ പറയാം. Ich komme aus, എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാം. ഓക്കെ. 60. Ich arbeite in, ഞാൻ ആർബൈറ്റ് ചെയ്യുന്നത് എവിടാണോ അവിടെ. ഓക്കെ. Ich arbeite in. അടുത്തത് ബോണസ് സെൻറ്റൻസ് ആണ്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ബോണസ് സെൻറ്റൻസുകളാണ് ഞാൻ അടുത്ത പറയുന്നത്. 61. Das ist lecker. Das ist lecker. ലെക്കർ എന്ന് പറഞ്ഞാൽ ടേസ്റ്റി, അത് ഭയങ്കര ടേസ്റ്റിയാണ്. 62. Es tut mir leid. Es tut mir leid. അതായത് സോറി. ഓക്കെ. ഇത് സോറി എന്ന് നമ്മൾ, അതായത് ഒരു ഫോർമലായിട്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി പറയുന്നതല്ല. ഒഫീഷ്യലി നമ്മൾ എൻഷുൾഡിഗും എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രണ്ടായിട്ടൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പറയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. Es tut mir leid എന്ന് യൂസ് ചെയ്യാം. 63. Ich bin bereit. Ich bin bereit. അതായത് ഞാൻ റെഡിയാണ്. ഓക്കെ. അടുത്തതാണ് 64. Vielleicht. Vielleicht. അതായത് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ കിട്ടുമോ എന്ന് അറിയില്ല, മേ ബി എന്നൊക്കെ ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. അടുത്തത് 65. Keine Ahnung. Keine Ahnung. Keine Ahnung എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരഭിപ്രായവുമില്ല, എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ എന്നാണ് വരുന്നത്. അടുത്തതാണ് Ich freue mich. Ich freue mich. അതായത് എനിക്ക് സന്തോഷം തോന്നുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് മീനിങ് വരുന്നത്. അടുത്തത് Ich weiß nicht. Ich weiß nicht. അതായത് എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ എന്നാണ് മീനിങ് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഇത് മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് കുറേ പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രൊനൗൺസിയേഷൻ കറക്റ്റാക്കുക, കുറച്ച് വൊക്കാബുകൾ അറിഞ്ഞിരിക്കുക. അത്രമാത്രം മതി നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട്. ബേസിക്കായിട്ട് അത്രയും മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, cheers.